ഈ നാഗരികതയുടെ പരിണാമം നാം മനസ്സിലാക്കണം. ഹിമാലയൻ മലനിരകളാലും ഹിന്ദുസാഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്താലും സംരക്ഷിക്കപ്പെട്ടിരുന്നതിനാൽ സുരക്ഷയിൽ നാം അത്ര ശ്രദ്ധ നൽകിയില്ല. നമ്മൾ ആത്മീയ പ്രക്രിയയിലും ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും സംഗീതത്തിലും എല്ലാത്തരം സൗന്ദര്യാത്മകതയിലും ശ്രദ്ധ നൽകി. എന്നാൽ യുദ്ധത്തിനായി മനുഷ്യരെ നാം സൃഷ്ടിച്ചില്ല. കാരണം പ്രാദേശികമായി ഉണ്ടാകുന്ന ചില വഴക്കുകൾ ഒഴികെ വലിയ പോരാട്ടങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ഹിമാലയൻ മലയിടുക്കുകളിലെ ചുരങ്ങൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ അവർ കൊള്ളയടിക്കാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും മാത്രമാണ് എത്തിയത്. പക്ഷേ ആളുകൾ അത്ര വിധേയത്വം ഉള്ളവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ചക്രവർത്തിമാരായി മാറി. അതിന്നും നമ്മളിൽ തുടർന്നു വരുന്നു. കാരണം നമുക്കുള്ളിൽ ആഴത്തിലെവിടെയോ നമ്മളെ എന്തോ ചിലത് സംരക്ഷിക്കുമെന്ന് നാം കരുതുന്നു. അതിലൊരു സത്യമുണ്ട്. എന്നാൽ അതേസമയം കാലഘട്ടം മാറുമ്പോൾ നമ്മുടെ പ്രതികരണവും അതിനനുസരിച്ച് മാറണം. അങ്ങനെ മാറിയില്ലെങ്കിൽ നാം അതിൽ ഖേദിക്കും.